അവൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നമ്മുടെ വിക്രത്തിനെ ശിക്ഷിക്കുന്നത് ശരിയായിരുന്നോ ശ്രീനി സാറെന്ന് ഇങ്ങനെ വിക്രത്തിൻ്റെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീനി സാർ എണീച്ചിട്ട് ചോദിക്കുവാണ്, ശിക്ഷയോ വിക്രത്തിനോ? അവനെ സന്തോഷത്തോടെയാണോ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവൻ സന്തോഷമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് മക്കൾ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അത് സുധാകരൻ മാഷ് എന്നോട് വഴക്കടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ടാണത്. പക്ഷേ സാറിൻ്റെ അടുത്തൊന്നും മാറിയിട്ട് അവന് വലിയ പ്രത്യേകിച്ചൊരു ഭാവി ഉണ്ടെന്നോ സന്തോഷമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീനിവാസൻ സാറ് ചോദിക്കുകയാണ്, എനിക്കെന്ത് പ്രത്യേകതയാണുള്ള രാജ എന്നിങ്ങനെ ചോദിക്കുവാണേ. എത്ര ശ്രമിച്ചാലും ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ആളുകൾക്ക് റൗഡിയും തെമ്മാടിയും രാക്ഷസനും ഒക്കെയല്ലേ ഞാൻ. എൻ്റെ കൂടെ നിന്ന് അവനും അങ്ങനെയായിപ്പോയി എന്നാണ് അവർ കരുതുന്നതെങ്കിലോ? യൂത്ത് വിങ്ങിൻ്റെ തലപ്പത്ത് വരുമ്പോഴത്തേക്കിനും ആ കാര്യങ്ങളൊക്കെ മാറാനുള്ളതല്ലേ ഉള്ളൂ. ഇനി സഖാവ് തന്നെ അവനെ ഇങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഇതിനെ കഴിഞ്ഞ് മോശമായ വഴികളിലൂടെയല്ല ഇനി അവൻ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കൂടെയുള്ളവരൊക്കെ സംസാരിക്കുവാണേ. അവനെ അങ്ങനെ അത്ര പെട്ടെന്നങ്ങ് വിട്ട് കളയണോ സഖാവേ? അവനൊരു മുതൽക്കൂട്ടല്ലായിരുന്നോ നമുക്ക്? അടിപിടിക്കും വഴക്കിനും ഒന്നും പറഞ്ഞു വിടണ്ടെന്ന് തീരുമാനിച്ചോ? പക്ഷേ കൂടെ നിർത്തണം സാർ എന്നൊക്കെ ഇങ്ങനെ രാജേട്ടൻ പറയുകയാണേ. അവനെ ആര് കൈവിട്ടു അതിന്? അവനൊരു കുഴപ്പത്തിലും ചെന്ന് ചാടത്തുമില്ല. അതിന് ഈ ശ്രീനിവാസൻ സമ്മതിക്കത്തുമില്ല. പോരെ എന്നിങ്ങനെ ശ്രീനിവാസൻ ചോദിക്കുന്നതൊക്കെ നമ്മുടെ വിക്രമിൻ്റെ ഫ്രണ്ട്സുകൾ വിക്രമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണേ. ആ സമയത്ത് തോന്നിയ വിഷമം കൊണ്ട് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രീനി സാറ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പിന്നെ എല്ലാ ദിവസവും കയറി ചെല്ലുന്ന പോലെ നീ അങ്ങോട്ട് കയറി ചെല്ല്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. അത് തന്നെ ഞാനും വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ സാറിനെ വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാനോ ഞാൻ എങ്ങോട്ടേക്കും പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രവും പറയുകയാണേ. വേറെ ആരായാലും എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ശ്രീനി സാറിൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുവാണേ. നീ ശ്രീനി സാറിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ പകരം ഉണരാൻ തുടങ്ങും. അത് നിനക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം തന്നെ തക്കം കിട്ടിയെന്നാൽ പലരും വെറുതെ ഇരിക്കുന്നില്ല. അപ്പോൾ പിന്നെ നീ ഒറ്റയ്ക്കാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാലോ? അന്നേരത്തേക്ക് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരുവാണ്. നമ്മുടെ ഓട്ടോയിലാണ് വരുന്നത്. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, തൽക്കാലം നിൻ്റെ സ്വസ്ഥത കളയാനുള്ള ആൾ വരുന്നുണ്ട്, നീ തൽക്കാലം ഇവരുമായിട്ട് സംസാരിക്കുക, അതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടുകാർ അങ്ങോട്ടേക്ക് മാറിപ്പോവാണ്. ആണുങ്ങളായെന്നാൽ പറഞ്ഞതിന് വില വേണം. പറഞ്ഞ വാക്കുകൾക്കൊന്നും വിലയില്ലാത്ത നടക്കുന്നവനാണെന്ന് പറയാൻ പറ്റുമോ? വിക്രമേട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? എൻ്റെ ജീവിതത്തിലൊരു പെണ്ണേ ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഇപ്പോൾ എന്തായി? പെണ്ണുങ്ങളുമായിട്ട് കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറയുവേ. ആളുമായിട്ട് തറവാട്ട് വീട്ടിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോകുന്നു. എല്ലാ വിവരങ്ങളും നിന്നെ അറിയിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ ആളുള്ളപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്ന മണ്ടത്തരമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, എന്നെ വിശ്വസിപ്പിക്കാൻ പിന്നെ നിങ്ങൾ എന്തിനാ കള്ളത്തരം പറയുന്നത്? അവളെ ഇഷ്ടമല്ല എന്നൊക്കെ. സാഹചര്യം മനസ്സിലാക്കാതെ നീ വെറുതെ ഭ്രാന്ത് പറയാൻ നിൽക്കല്ലേ, പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിന് നമ്മുടെ രാധ ഇങ്ങനെ പോകാത്ത കൈയും കെട്ടി ഇവിടെ നിൽക്കുവാണ് കേട്ടോ. നിന്നോട് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല രാധേ. പിന്നെ നീ എന്തിനാണെങ്കിലും പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. വിക്രമേട്ടന് അവളോട് പ്രേമം തുടങ്ങി എന്നാണ് എനിക്കറിയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. രാധയുടെ അമ്മ വന്ന് വഴി വെച്ച് കാണുന്നതും രാധയുടെ അമ്മ സങ്കടം പറയുന്നതും ഒക്കെ എനിക്ക് എന്നിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വേദയായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലല്ല പ്രശ്നം, എനിക്ക് രാധേനെ ആ കണ്ണോടുകൂടി കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ തന്നെ മാലിനി ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതും അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നതും അതിനുശേഷം നമ്മുടെ മാലിനി അടുത്ത് പറയുന്നത്, നമ്മുടെ രാധേനെ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണം, അതിന് നീ തന്നെ ഒന്ന് ശ്രമിക്കണമെന്ന് പറയുന്നതൊക്കെയാണ് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത്. അവൾക്ക് നിന്നോട് വെറുപ്പ് തോന്നണം. ഇത്രയും കാലം അവൾ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നത് വിഡ്ഢിത്തരമായി പോയി എന്നൊക്കെ അവൾക്ക് തോന്നണം. ആ രീതിയിൽ നീ അവളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ രാധയുടെ അമ്മ ഇങ്ങനെ പറയുന്നതൊക്കെ ഓർക്കുവാണേ. എന്താ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ വിക്രമേട്ടന് എന്നൊക്കെ ഇങ്ങനെ രാധ ചോദിക്കുവാണേ. രാധ, നീ എന്നെപ്പറ്റി എന്തൊക്കെയാണ് ധരിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നിന്നെപ്പറ്റി നീ കരുതുന്ന ഒരു വിചാരവും എനിക്കില്ല. മാത്രമല്ല എനിക്ക് വേദന ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ രാധയങ്ങ് കരയുവാട്ടോ. എന്ന് വെച്ചാൽ നിങ്ങനെ ചോദിക്കേ, എന്ന് വെച്ചാൽ എനിക്ക് വേദയോട് പ്രേമമാണെന്ന് തന്നെ എന്നിങ്ങനെ പറയുവേ.
ആദ്യം തൊട്ടേ ഞാൻ നിന്നോട് കള്ളം പറയുമായിരുന്നു. എൻ്റെ മനസ്സിൽ അവളോട് സ്നേഹം ഉണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങോട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്കും എന്നോട് പ്രേമമാണെന്ന്. ഇനി അവളുടെ കൂടെയാണ് എൻ്റെ ജീവിതം. എൻ്റെ വർത്തമാനവും ഭാവിയും എല്ലാം ഇനി അവളുടെ കൂടെ തന്നെയായിരിക്കും. എന്താ മതിയോ? ഇതിലും വ്യക്തമായി ഇനി ഞാൻ എങ്ങനെ നിനക്ക് പറഞ്ഞു തരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാധ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമോ കേട്ടോ. എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് മാത്രമല്ല വെറുപ്പും ദേഷ്യവും ഒക്കെ വരികയാണ്. അങ്ങനെ നമ്മുടെ രാധ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുവാണേ, ഇത്രയും കടുപ്പിച്ച് പറയണമായിരുന്നോ, വെറുതെ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ചെറിയ പിള്ളേരല്ലേ, ഇങ്ങനെ വകതിരിവില്ലാതെ എന്തെങ്കിലും കാണിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രാജേട്ടനും പറയുന്നുണ്ടേ. ഇനിയെങ്കിലും അതിനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിക്രം പോയിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ജോസഫ് ഇങ്ങോട്ട് നോക്കിക്കാണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും പറയണേ, മുള്ളെടുത്ത് കളഞ്ഞപ്പോൾ മുള്ളാണി കയറിയ അവസ്ഥയാണ് നിൻ്റേത്, നിൻ്റെ കാര്യം പോയി മോനെ എന്നൊക്കെ ഇങ്ങനെ ജോസഫ് പറയുവാണേ. നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയാണ് കേട്ടോ വരുന്നത്. ഇതാ നോക്കെന്നൊക്കെ പറയുന്നുണ്ടേ. അന്നേരത്തേക്ക് നമ്മുടെ വേദ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടന്നിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അന്തരീക്ഷം വളരെ കലുഷിതമാണല്ലോ. എന്താണ് കാരണം എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുവാണേ. ഇങ്ങോട്ട് വരുന്ന വഴി വിക്രം രാധ എന്ന് ബോർഡ് വെച്ച് ഒരു ഓട്ടോ പാഞ്ഞു പോകുന്നത് കണ്ടു. എന്താണാവോ കാര്യം? എന്നെ കണ്ടില്ല. ആ പോക്ക് കണ്ടിട്ട് കാണാതിരുന്നത് നന്നായി എന്ന് തോന്നി എന്നിങ്ങനെ വേദ പറയുവേ. കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇടിച്ചിട്ടിട്ട് പോയേനെ. അത് ചിലപ്പോൾ നടന്നേനെ. ഇനിയും സൂക്ഷിക്കുന്നത് നല്ലതാ കേട്ടോ. ആയിക്കോട്ടെ, ഇങ്ങനെ ഒരാളെ കെട്ടിപ്പോയില്ലേ, അടി ഇടി വെടി പോക എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ പറയുകയാണേ. നീ എന്താ ഇവിടെ എന്നിങ്ങനെ വിക്രം ചോദിക്കും കേട്ടോ. എന്നിട്ടേക്കിനും പറയും, കയ്യിലൊരു സാധനം കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കേ. രാജേട്ടാ, മണി 1 കഴിഞ്ഞു. നിങ്ങളുടെ ഈ വർക്ക്ഷോപ്പിൽ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേന്ന് ചോദിക്കുവേ. ഓ മോളെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുമായിരുന്നു എന്ന് പറയട്ടെ. അന്നേരത്തേക്കിനും പറയും, എന്നാൽ ആകട്ടെ, വിക്രമൻ ചേട്ടനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുവേ. കൊള്ളാലോ. പാടത്തൊക്കെ പണിക്ക് പോകുന്ന കെട്ടിയന്മാർക്ക് ഭക്ഷണമായിട്ട് ചെല്ലുന്ന കെട്ടികളുമാരെ കണ്ടിട്ടില്ലേ നമ്മൾ ടി വിയിലൊക്കെ? അതുപോലെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ വർക്ക്ഷോപ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന വിക്രമൻ ചേട്ടന് പൊതിച്ചോറുമായിട്ട് വന്നതാണെന്ന് ഇങ്ങനെ വേദ പറയുവേ. ജോസഫേ, നിങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒരില വെട്ടി തന്നിട്ട് പോ. വിക്രമൻ ചേട്ടൻ ഇരുന്നൊന്ന് ഉണ്ണട്ടെ എന്നിങ്ങനെ പറയുവേ. അപ്പം ജോസഫൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രത്തിനായിട്ട് എല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ട്. എന്നിട്ടേക്കും വിക്രം ഇടാന്ന് വിളിക്കും കേട്ടോ. ഇലയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ ഞാൻ വെട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജോസഫേ വാടാ നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ നമ്മുടെ ജോസഫിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയാണേ. ഇവർ ഭാര്യയും ഭർത്താവും ഒക്കെ മിണ്ടിക്കൊണ്ടിരിക്കട്ടെ. കൈ പോയെന്നല്ലേ, നമുക്ക് പിന്നെ പണിയെടുക്കാൻ പറ്റത്തില്ല, നീ വാടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പോവുകയാണേ. അപ്പോൾ ഇലയില്ല, വേണ്ട, പ്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റൂളൊക്കെ എടുത്ത് വെച്ചിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ച് ചോറ് വിളമ്പാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് പാത്രം ചോറും ഒക്കെ ഇങ്ങനെ എടുത്ത് ഇടാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ നീ എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണേ. വെറുതെ മനുഷ്യ വരട്ടാൻ നിൽക്കല്ലേ, ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ചോറും കറിയെല്ലാം വിളമ്പുവാണേ. എന്നിട്ട് അച്ചാറൊക്കെ ചെറിയൊരു പാത്രത്തിലുണ്ടായിരുന്നേ. അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ പാത്രത്തിനകത്തോട്ട് വെക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച് നല്ല ചെമ്മീൻ കറി ഉണ്ടെന്നൊക്കെ പാടിയിട്ടൊക്കെയാണ് നമ്മുടെ വേദ കൊടുക്കുന്നത്. എന്നിട്ടിങ്ങനെ പാത്രത്തിൽ ഇരിക്കുന്ന പാത്രത്തോടെ എടുത്തിട്ട് എന്താ മനുഷ്യ കഴിക്കുന്നു പറഞ്ഞിട്ട് വെച്ച് നീട്ടുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം അത് തട്ടിത്തെറിപ്പിക്കുവാണേ. എന്നിട്ട് ഒട്ടും മടിക്കാതെ തന്നെ അപ്പോഴത്തേക്കിനും വേദയ്ക്കങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പാത്രത്തിലിട്ട് പോയിട്ട് താഴെ കിടക്കുന്ന മണ്ണിൽ കിടക്കുന്ന ചോറ് മുഴുവൻ വാരി പ്ലേറ്റിലിട്ടുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, വേർത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അമ്മയെ ചോറെന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിലെ വേർപ്പിൻ്റെ വില നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഹുങ്കാണ് നിങ്ങളീ കാണിച്ചത്. ഒരു ദിവസം ചാക്ക് ചുമക്കാൻ പോയപ്പോഴത്തേക്കിനും വയ്യാതായ ദേഹമാസകലം കുഴഞ്ഞു വന്നിരുന്ന ആളാണല്ലോ നിങ്ങൾ. ദേഷ്യം വന്നപ്പോൾ തട്ടിത്തെറിച്ച് കളയാൻ വേണ്ടിയിട്ട് എന്തൊരു ആവേശമായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ കേഴുന്നു, അറിയുമോ നിങ്ങൾക്ക്? എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് വഴികളുണ്ട്, അത് അന്നത്തോട് കാണിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണേ. കാരണം ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ടാണ് വേദ പറയുന്നത്. ഇന്ന് വീട്ടിലെത്തിയാലും നിങ്ങൾ വന്ന് ഇരിക്കാൻ പോകുന്നത് ഇതേ അന്നത്തിൻ്റെ മുന്നിൽ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണേ.
എന്നിട്ട് പാത്രം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്, ഇനി ഓരോ തവണ നിങ്ങൾ ചോറുണ്ണുമ്പോഴും ഈ മണ്ണ് പുരണ്ട ചോറിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പട്ടികളും കോഴികളും പൂച്ചകളും വാരി തിന്നുന്ന അതേ ചോറിൽ ഇന്ന് ഒരുപാട് കുട്ടികളും ഈ ചോറുണ്ണുന്നിട്ട് ഉണ്ടെന്നുള്ള കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നും കൂടെ നിങ്ങൾ ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ വിക്രമിനോട് വേദ പറയുകയാണ്. അത് മനസ്സിലാകണമെങ്കിൽ പണിയെടുക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സൊറ പറഞ്ഞിരിക്കാതെ അവരെ പോലെ പണിയെടുക്കാനും കൂടെ ശ്രമിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് വേദ അതൊക്കെ ചോരുപാത്രത്തിലാകുവാണ്. അന്നേരത്തേക്കിനും പറയേ ഇതെന്തിനാ വേദ ഇതിനകത്താക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം പറയും, നിങ്ങൾക്ക് ഇത് വേണ്ടാഴികയുള്ളൂ, അടുക്കള പുറത്തെ ഇത് ഭക്ഷിക്കാൻ വരുന്ന കാക്കകളും പൂച്ചകളും ഒക്കെ ഉണ്ട്, അതുങ്ങൾക്ക് ഇത് വേണ്ടാതെ വരില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വേദ നമ്മുടെ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. വിക്രമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് കാണുന്ന നമ്മുടെ വിനായകൻ ഇങ്ങനെ റൂമിലോട്ട് കയറി വരാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയുടെ അവസ്ഥ പക്ക പരിതാപകരമായിട്ട് നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇങ്ങനെ യക്ഷിക്ക് ഇങ്ങനെ ബാധ കയറിയ പോലെയാണ് നമ്മുടെ നന്ദിനി നിൽക്കുന്നത്. എന്നൊക്കെ പറഞ്ഞിട്ട് യക്ഷികൾ മൂളുന്ന പോലെ ഇങ്ങനെ കല്ലുതുള്ളിയിട്ട് മൂളിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. നന്ദിനി എന്ന് പറയുമ്പോഴത്തെ എന്താ മനുഷ്യ ചോദിക്കുക, കേക്ക് എന്ന് പറയുക. അന്നത്തേക്കിനും കേക്കും കൊണ്ടൊക്കെ ആയിരുന്നു വന്നത് കേട്ടോ വിനായകൻ. അപ്പോഴത്തേക്കിനും ഇന്ന് പറഞ്ഞ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ട് ആ കേക്കൊക്കെ എടുത്ത് ദൂരെ കളയും കേട്ടോ. ആദ്യം ഞാൻ പറയുന്ന കേക്ക് ഇതെന്ന് പറയാം. എന്നാൽ നീ പറഞ്ഞാൽ എന്താണ്ട് കേൾക്കാം. അവളാണ് എൻ്റെ പ്രശ്നം. ആര്? വേദ. വേദയോ? അവൾ നിനക്ക് എന്ത് ചെയ്തു? അവളാണ് എല്ലാത്തിനും പ്രശ്നം. ഈ വീട്ടിൽ നിങ്ങൾക്കൊരു വിലയില്ലാതെ പോയത് അവൾ കാരണമല്ലേ? ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അവൾ കാരണമല്ലേ? ഈ വീട്ടിൽ എനിക്കുണ്ടായിരുന്ന വില കളഞ്ഞതും അവൾ തന്നെയല്ലേ? അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നന്ദിനി അങ്ങ് കാശപിശ ഉണ്ടാക്കുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവം ഈ ഒരു കുഞ്ഞിക്കാല് പോലും കണ്ടിട്ടില്ല, അതിന് മുന്നേ ഭാര്യയ്ക്ക് വട്ടായി പോയല്ലോ എന്ന്. നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പറയുകയാണ്, ഊളംപാറയിലേക്ക് പോകണോ അതോ കുതിരവട്ടത്തിലേക്ക് പോകണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഇങ്ങനെ പറയും കേട്ടോ. ഓഹോ, ഞാനിവിടെ ഉള്ളാകെ ദേഷ്യം കൊണ്ട് പൂണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങളിവിടെ ടൂർ പോകുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുമായിരുന്നു പറയുക. അപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ വിനായകൻ ചോദിക്കുകയാണ്, ടൂറോ കുതിരവട്ടത്തേക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് വിനായകൻ നമ്മുടെ കൈലിമുണ്ടൊക്കെ എടുത്ത് മടക്കി കുത്തിയിട്ട് എൻ്റെ ദൈവമേ എൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ടേബിളിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് കയറി കുത്തിയിരിക്കുക കേട്ടോ. നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും പ്രശ്നമാണ് അവൾ. വന്ന് അവൾ അച്ഛനെ വരെ ഉപദേശിക്കാനും തിരുത്താനും തുടങ്ങി. നിങ്ങളെന്താ മനുഷ്യ ഒന്നും പറയാത്തത് നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, ഇത് സ്റ്റേജ് 1 ആണോ അതോ 2 ആണോ എന്നിങ്ങനെ ആലോചിക്കുവാണോ ചോദിക്കുവേ. എന്താ നന്ദിനി, ഞാൻ കാര്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം നീ കാര്യം മനസ്സിലാക്കണം, എന്നിട്ട് ചികിത്സ എന്നിങ്ങനെ ചോദിക്കുവേ. എടീ, ഞാൻ പറയുന്ന കേൾക്ക്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതാണ് സ്റ്റേജ് 1. ഇനി അവരെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് അവർ എന്താണ് വിചാരിക്കുന്നത് നമ്മളെയാണ് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പാര പണിയാന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്റ്റേജാണ് ഇതേപോലെ നിൽക്കുന്ന സ്റ്റേജാണ് സ്റ്റേജ് 2 എന്നിങ്ങനെ പറയുകയാണേ. സ്റ്റേജ് 3 ആയെന്നാൽ നീ മുടിയൊക്കെ അഴിച്ചിട്ട് ഈ വീടിന് ചുറ്റും ഓടാൻ തുടങ്ങും. അതാണ് സ്റ്റേജ് 3. അപ്പം ആ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്